ആ ചകിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, ചിരട്ട കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീനോള്, നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ്, ഒറ്റ വരിയില് ചകിരി, ചിരട്ട, നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിലെ ആ ദ്രാവകം ശരിക്ക് സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, ഫീനോള്, പൈറസിൻ അതുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, ചിക്കൻ പോക്സ്, ഒരു തരത്തിലുള്ള ഫീവറും വരില്ല. ഗണപതി എന്ന ഈശ്വര പ്രസാദം കൊണ്ടല്ല, ആ പുകയിലുള്ള കോമ്പോണന്റ്, ആ പുകയിലുള്ള സാധനമാണ്. അപ്പൊ ഗണപതി എന്ന് പറയുന്ന ആ ആത്മീയത ചേർത്തൊരു ഗണപതി ഹോമം നടത്തി. നിങ്ങളിൽ ധാരാളം പേര് ഒരു 10-15 കൊല്ലം മുമ്പും ജീവിച്ചവരാണ് ഈ പ്രദേശത്ത്. മണ്ഡരി രോഗം കേട്ടിട്ടുണ്ടാവും. ശരിക്ക് 8 ശാസ്ത്രജ്ഞന്മാര് ജർമ്മനിയിൽ നിന്ന് വന്ന് നിങ്ങളുടെ അടുത്തുള്ള കൊടുങ്ങല്ലൂര് 600 തെങ്ങിലുള്ള മണ്ഡരി രോഗം കളയാനായിട്ട് ഈ ഗണപതി ഹോമത്തിന്റെ പുക മതിയെന്ന് തെളിയിച്ചതാ കൊടുങ്ങല്ലൂര്. അപ്പൊ ആലോചിച്ച് നോക്കാം, ഒരു ഗണപതി ഹോമത്തിൽ സയൻസ് ഉണ്ട്, മന്ത്രത്തിന്റെ ആത്മീയത. ശിവലിംഗം ആരാധിക്കുമ്പോൾ ധാരാളം പേര് ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെ ആരാധിക്കാൻ കാരണം? നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മൗണ്ട് കൈലാസ്, കൈലാസ പർവ്വതം എന്ന് കൊടുത്തു നോക്കുക. എന്നിട്ട് മുകളിലത്തെ സാറ്റലൈറ്റിൽ നിന്ന് ആ കൈലാസ പർവ്വതത്തിന്റെ ചിത്രം വരും. അതിനൊന്ന് ചെറുതാക്കി നോക്കുക. കറക്റ്റ് ശിവലിംഗമാണ്. അപ്പൊ ശിവലിംഗത്തിന് ആകൃതി വരാൻ കാരണം ആ കൈലാസ പർവ്വതമാണ്. ആ കൈലാസ പർവ്വതം നമ്മൾ എന്തിനാ ഈ അമ്പലത്തിനകത്ത് ചെറുതായിട്ടുള്ളത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഡിസ്കവറി ചാനലിൽ കൈലാസ പർവ്വതത്തിന്റെ മഹത്വം ഗംഭീരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാൻ കൈലാസത്തിൽ നടന്നു പോയി വന്ന ആളാണ്, നടന്നു പോയി പ്രദക്ഷിണം വെച്ച് വന്ന ആളാണ്. ഏതാണ്ട് 21,000 അടി കയറിയിട്ട് ആ കൈലാസ പർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാറ് ഇറാഖ് വരെ, വടക്കോട്ട് മംഗോളിയ വരെ, കൈലാസ പർവ്വതത്തിൽ നിന്ന് കിഴക്കോട്ട് സിംഗപ്പൂര് വരെ, കൈലാസ പർവ്വതത്തിൽ നിന്ന് തെക്കോട്ട് മൊറീഷ്യസ് വരെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് ഈ ഒരൊറ്റ പർവ്വതമാണ്. അതാണ് അതിന്റെ മഹത്വം. ആ പർവ്വതത്തിന്റെ, കൈലാസ പർവ്വതത്തിന്റെ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് ലോകത്തിലെ 446 ആറ്റമിക് റിയാക്ടറുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. 446 ആറ്റമിക് റിയാക്ടർ. അടുത്തതിന്റെ പിന്നത്തെ മാസം കഴിഞ്ഞാൽ അത് 447 കൂടംകുളത്തിലെ ഒരെണ്ണം കൂടി കമ്മീഷൻ ചെയ്താൽ 447 ആറ്റമിക് റിയാക്ടറിൽ ലോകത്തിലുള്ളത് മുഴുവനും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. നിങ്ങളിൽ ചിലര്, എല്ലാവരും കേട്ടിരിക്കാനും വായിച്ചിരിക്കാനും സാധ്യതയില്ല, ദൈവകണം എന്ന പരീക്ഷണം കേട്ടിട്ടുണ്ടോ? ദൈവകണം മാതൃഭൂമിയിലൊക്കെ വന്നിരുന്നു. പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാലും ഒരു കാര്യമുണ്ട്, ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത പരീക്ഷണങ്ങളില് ഏറ്റവും ദുർഘടമായ പരീക്ഷണമാണ് 27 കിലോമീറ്റർ നീളത്തില് 1 മീറ്റർ ഡയമീറ്ററിലുള്ള ഒരു കുഴലിന്റെ ഡയമീറ്റർ, വ്യാസം 1 മീറ്റർ, നീളം 27 കിലോമീറ്റർ. അതിനകത്ത് 2 പ്രോട്ടോണുകൾ കൂട്ടിയിടിപ്പിക്കുന്ന പരീക്ഷണം. വളരെ ഭയപ്പാടോടുകൂടിയാണ് കഴിഞ്ഞ വർഷം അത് ചെയ്തത്. നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ്, ഒരു ആറ്റം ബോംബ് പൊട്ടുന്ന മാതിരി പൊട്ടിയാലോ എന്നു വരെയും ഭയപ്പെട്ടുകൊണ്ടാണ് ആ പരീക്ഷണം നടത്തിയത്. ഓർമ്മിക്കുക,
ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗം 27 കിലോമീറ്ററിൽ ഒരു ഭാഗം സ്വിറ്റ്സർലൻഡിലും മറ്റേ ഭാഗം ഡെൻമാർക്കിലുമാണ്. 2 രാജ്യത്തിലാണ് കിടക്കുന്നത്. അതിൽ സ്വിറ്റ്സർലൻഡിലെ ഭാഗം തുറക്കുന്ന വലിയ ലാബറട്ടറിയുടെ അകത്തേക്ക് കയറുമ്പോൾ വെച്ചിരിക്കുന്നത് 11 അടി പൊക്കമുള്ള ഓട് കൊണ്ട് ഉണ്ടാക്കിയ നടരാജ വിഗ്രഹമാണ്. നടരാജ വിഗ്രഹം 11 അടി പൊക്കമുള്ള ഓടെന്ന് വെച്ചാൽ ബ്രോൺസൺ, വെള്ളോട എന്ന് പറയില്ലേ, മറ്റേ വീടിന്റെ മുകളിലിടുന്ന ഓടല്ല, ഓട്ടു വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് വെക്കാൻ അവരന്വേഷിക്കുന്നത് അർദ്ധനാരീശ്വര വിഗ്രഹമാണ്. കാരണം പ്രോട്ടോൺ എന്ന പോസിറ്റീവും ഇലക്ട്രോൺ എന്ന നെഗറ്റീവും ഒരുമിച്ച് ചേരണമെങ്കിൽ ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ. അർദ്ധനാരീശ്വരം ശിവന്റെ പകുതിയും പാർവതിയുടെ. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് വിഷയത്തിലേക്ക് കടന്നിട്ടല്ല. ഈ നടരാജ വിഗ്രഹം വെച്ചിരിക്കുന്നു. നമ്മുടെ ശ്രീകോവിലിനകത്ത് വെച്ചിരിക്കുന്ന ശിവന്റെ ആ വിഗ്രഹവും ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഗണപതി ഹോമത്തിനകത്ത് പോലും എത്രയോ മാരകമായ രോഗങ്ങൾ ഇല്ലാതെയാക്കാനുള്ള രോഗനാശിനികളായിട്ടുള്ള വാതകം ഈ ഗണപതി ഹോമം എന്നുള്ളതില് നമുക്ക് നടത്താൻ സാധിക്കും. ഏത് കാര്യവും എടുത്തു നോക്കിക്കോളാം, എല്ലാത്തിലും രണ്ടുണ്ട്. രണ്ടില്ലാത്ത ഒന്ന് ആത്മീയത, ഒന്ന് ശാസ്ത്രം, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. നമ്മുടെ കയ്യിൽ ആചാരങ്ങൾ തന്നിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കിട്ടാത്തവർ കൈ ഉയർത്തിയാൽ അവിടുന്ന് തരും. ഷീറ്റ് തന്നിട്ടുണ്ട്, മുഴുവൻ ഞാൻ അതേപോലെ വായിക്കണില്ല. ഓർമ്മിക്ക, ആചാരങ്ങളില് 5:30 മുമ്പ് എഴുന്നേൽക്കണം, രാവിലെ ഉണരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? നല്ല ശാന്തമായ ആത്മീയമായ അന്തരീക്ഷം. അത് മാത്രല്ല, തലച്ചോറ് ഏറ്റവും ആക്റ്റീവായ സമയമാണ് 5:30 മുമ്പ്. ആ സമയത്ത് ഇലക്ട്രോഎൻസെഫലോഗ്രാം EEG എടുത്താൽ ശരിക്കും 11.8 സൈക്കിൾസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഞാൻ പറയുന്ന നമ്പർ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്ന ഒരു സയൻസും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക എന്ന ആത്മീയതയും അതിനകത്തുണ്ട്. കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ കാല് താഴത്തേക്ക് വെക്കാവൂ. എന്താ പ്രാർത്ഥിക്കുക? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. ഈ പല്ല് തേക്കാതെ, നാക്കു വടിക്കാതെ, കുളിക്കാതെ, പൂജാമുറിയിൽ അല്ലാതെ കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്തിനാ? ശരിക്കും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പല്ല് തേക്കണ്ടേ, നാക്കു വടിക്കണ്ടേ, കുളിക്കണ്ടേ? പൂജാമുറിയിലല്ലേ ഇരുന്ന് നമ്മൾ ചെയ്യാറുള്ളത് പ്രാർത്ഥന? ഈ കിടക്കയിൽ ഇരുന്ന് തന്നെ ചെയ്യാറുണ്ടോ? ശരിക്കും 1997 ഈ ലോകത്തിൽ ഹൃദ്രോഗം വന്ന് മരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു. അവർ കണ്ടത് എന്താ അറിയോ? 100 പേര് മരിക്കുന്നതില് 23 പേര് മരിക്കുന്നത് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഹാർട്ടിന് പ്രഷർ ജർക്ക് ഉണ്ടായി താഴെ വീണ് മരിക്കുന്നത്. അപ്പൊ 20 വർഷങ്ങൾക്ക് മുമ്പ് 1997 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തെ അറിയിച്ചത് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കരുത്, കിടക്കയിൽ 30 സെക്കൻഡ് ഇരുന്നതിന് ശേഷമേ എഴുന്നേൽക്കാം. ഹാർട്ട് അതിന് താങ്ങാൻ പറ്റാത്ത ജർക്ക് ഉണ്ടാവരുത്. ഇപ്പൊ 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചൊരു വഴിയാണ് കിടക്കയിലിരുന്ന് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് കേട്ട് കൈ കൂട്ടി തിരുമി ഒന്ന് മുഖം നല്ല രീതിയിൽ റബ്ബ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടത്തെ കൈ നെഞ്ചിൽ പിടിച്ച് വലത്തെ കൈ നിലത്ത് തൊടുക. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം.
അപ്പൊ ഈ കാല് നിലത്ത് തൊടുന്നതിന് മുമ്പ് കൈ എന്തിനാ നിലത്ത് തൊടുന്നത്? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാല് വഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ വാതരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പകരം കൈയാണ് നിലത്ത് തൊട്ടതെങ്കിൽ കാല് വഴിക്ക് എർത്ത് പോവില്ല, ഇലക്ട്രിസിറ്റി പോവില്ല, കൈ വഴിക്ക് പോകുള്ളൂ. കയ്യിൽ വാതരോഗം ഉണ്ടാവില്ല. 100ൽ 10,000 ഒരാൾക്ക് പോലും കയ്യിൽ വാതരോഗം ഉണ്ടാവില്ല. 100ൽ 45 പേർക്ക് കാലിൽ വാതരോഗം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആ സ്ത്രീകളോട് 40-45 വയസ്സ് കഴിയുമ്പോൾ ഡോക്ടർമാർ പറയും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചെരുപ്പിട്ട് വർക്ക് ചെയ്യാൻ പറയും. വീട്ടിനകത്ത് ചെരുപ്പിടാൻ പറയുന്നത് കാലിൽ വാതരോഗം ഉണ്ടാവുന്ന സാധ്യത കുറയ്ക്കാൻ. അപ്പൊ ഭൂവന്ദനത്തില് ഒരു ആത്മീയതയുണ്ട്. ആ ഭൂവന്ദനത്തിൽ തന്നെ പ്യുവർ സയൻസ് ഉണ്ട്. അങ്ങനെ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭാരതം എന്ന രാഷ്ട്രം നിലനിൽക്കാൻ കാരണം ഏത് ചിന്താധാരയ്ക്കകത്തും നമ്മൾ സയൻസും ചേർത്തു, ആത്മീയതയും ചേർത്തു. ആത്മീയത മാത്രമായിട്ട് നമുക്കിവിടെ ഒന്നുമില്ല, സയൻസ് മാത്രമായിട്ടും വേണ്ട എന്ന് തീരുമാനിച്ചു. നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിച്ച് കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്യുക? ഇറക്കുന്നതിന് മുമ്പ് കാറിന് ഒരു മാലയിടും, എന്നിട്ട് കർപ്പൂരം കത്തിക്കും. എന്താ കർപ്പൂരം കത്തിക്കുമ്പോൾ കാറിന് പറയുന്ന മന്ത്രം ഓം സാൻഡ്രോ ആയ നമഃ, അല്ല ആൾട്ടോ ആയ നമഃ, അതല്ല വേറെ ഏത് നമഃ പറയുക? ആ കാറിനെ ദീപാരാധന ഒഴിഞ്ഞ്, കർപ്പൂരം ഒഴിഞ്ഞ്, മാലയിട്ട് 4 ചെറുനാരങ്ങ അത് വീലിന്റെ ചുവട്ടിൽ വെച്ച് കാറ് മുമ്പോട്ടെടുത്ത് പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു പൂജയും കൂടി നടത്തിയിട്ട് ആ കാറിന് സന്തോഷമാവാനാ? ഏതായാലും കാറിന് വലിയ ജീവനുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കാറിനകത്തും ആയുധ പൂജ നടത്തിയിട്ടാണ് നമ്മൾ വരിക. വർഷത്തിൽ ഒരിക്കല് നമ്മുടെ കലപ്പയും ഉളിയും അതുപോലെ തന്നെ ചുറ്റികയും എല്ലാം പൂജിക്കുന്ന പരിപാടിയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ, ലോകത്തിൽ വേറൊരു സ്ഥലത്തും ഇല്ലാതെ വർഷത്തിൽ ഒരിക്കൽ പഠിക്കുന്ന പുസ്തകം പൂജിക്കുന്ന പരിപാടിയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ വിജയദശമി ദിവസം നമ്മൾ അക്ഷരം എഴുതുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ വർഷത്തിൽ ഞാൻ വർക്ക് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിലാണ്, CSIR-ല്. എൻ്റെ ലാബറട്ടറിയിൽ കമ്പ്യൂട്ടറുകൾ ധാരാളം ഉണ്ട്, ഉപകരണങ്ങളുണ്ട്. 2 പേരാണ്. ഒന്ന് പൗലോസ്, അതിൻ്റെ ചാർജ്. അയാളുടെ മുകളിലുള്ള ആള് PP തോമസ്. തോമസും പൗലോസുമാണ് സകല ഉപകരണങ്ങൾക്കും ദീപാരാധന തൊഴുന്നത്. അയാൾ എന്ത് മന്ത്ര ചൊല്ലണെന്നുള്ളത് ഇതുവരെ അറിഞ്ഞൂടാ. അപ്പോൾ കമ്പ്യൂട്ടറായ നമഃ എന്ന് ചൊല്ലാൻ സാധ്യതയില്ല, ഇങ്ങനൊരു മന്ത്രമില്ല. പക്ഷെ എല്ലാ ഉപകരണങ്ങളെയും ഈ നവരാത്രിക്ക്, നമ്മുടെ മഹാനവമി വിജയദശമിയുടെ മുമ്പിലത്തെ ദിവസം എല്ലാവരെയും വിളിച്ച് TP പൗലോസും PP തോമസും PP തോമസും കൂടി കംപ്ലീറ്റ് ആ തുളസിമാല ഇട്ട് ആരാധിക്കുന്ന കാണാൻ സാധിക്കും. അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഒരു ഉപകരണത്തിൽ ഈശ്വര ചൈതന്യത്തെ കാണാം. അർത്ഥം മനസ്സിലായി? സൂര്യനിലും ചന്ദ്രനിലും ഈശ്വരീയതയെ കാണാം, ഭൂമിയിൽ ഈശ്വര ചൈതന്യത്തെ കാണാം, വായുവിൽ ഈശ്വരനെ കാണാം. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം. വായുവിനെ ഈശ്വര രൂപത്തിൽ കാണാം, വെള്ളത്തെ ഈശ്വര രൂപത്തിൽ കാണാം. ഞങ്ങള് ചെറുപ്പത്തില് തൃപ്പൂണിത്തുറയില് വളരുമ്പോൾ വലിയ കുളമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന ആ കുളമാണ്. ഷെയറായിട്ട് 52 അടി ഡയമീറ്ററുള്ള കുളം. ആ കുളത്തിൽ ഞങ്ങൾ ചാടി കുളിക്കുമ്പോ അമ്മ പറയും, വെള്ളം ദൈവമാണ്, ഈശ്വരനാണ്, ഒരിക്കലും അതിൽ മൂത്രം ഒഴിക്കരുത്. കുളിക്കുമ്പോൾ മൂത്രം ഒഴിച്ചാൽ മരിച്ചതിന് ശേഷം ഈ കാലന്റെ അടുത്ത് പോകുമ്പോൾ പശുവിനെ അമ്മ എന്ന സങ്കല്പം. എല്ലാത്തിനെയും ഈശ്വരീയ ചൈതന്യം കാണുമ്പോൾ നമുക്കതിനെ ആരാധിക്കാനും ബഹുമാനിക്കാനും തോന്നുമെന്ന് മാത്രമല്ല, അതിനെ നശിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന വലിയൊരു സന്ദേശവും കൂടി നമ്മളുടെ ഇവിടെ ഉണ്ട്.
മാത്രമല്ല ഈ അടുത്ത കാലത്ത് കരുനാഗപ്പള്ളിയില് ഒരു അമ്പലത്തിൽ, മുക്കുവരുടെ അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയിരുന്നു. അവിടെ ഒരു 10-25 വലിയ പാത്രം നിറച്ച് ചോറുണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ വിചാരിച്ചു ഇത്രയും പേര് ഇവിടെ അന്നദാനത്തിന് വരുമോ, ഇത്രയും വലിയ പാത്രത്തില്. അപ്പൊ അവര് പറഞ്ഞു, സാറേ ഇതൊന്നും ഇവിടെ ഊണ് കഴിക്കാനുള്ളതല്ല. ഞാൻ വിചാരിച്ചു ഏതായാലും 400 ചാക്ക് അരി, നിങ്ങൾ 400 ചാക്ക് അരിയുടെ ചോറ് കഴിക്കാൻ ആൾക്കാർ ഇവിടെ വരുമോ? ഇല്ല സാറേ, 11 മണിക്ക് ഉച്ചയ്ക്ക് ദീപാരാധന കഴിഞ്ഞാല് 101 വള്ളത്തില് ഈ ചോറെടുത്തിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് മീനുകൾക്ക് കൊടുക്കാനാണ്. മീൻ പൂജ, മത്സ്യത്തിലെ പൂജ നടത്താനുള്ള ചോറായി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതിനെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അതിന് ഭക്ഷണം തിരിച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ രാഷ്ട്രത്തിന്. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാ, ഇങ്ങോട്ട് സഹായിച്ചവരെ മുഴുവനും ഈശ്വരീയമായിട്ട് അങ്ങോട്ട് കണ്ട് സഹായിക്കാം. ഈ കടലിനെ പോലും കടലമ്മയായിട്ട് കാണുന്ന ഒരു സംസ്കാരം. അപ്പൊ ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഭാരതം നിലനിൽക്കാൻ കാരണം, ഈ രാഷ്ട്രം അന്നും ഇന്നും എന്നും നിലനിൽക്കാൻ കാരണം, ഇനിയും അത് നിലനിൽക്കും എന്നുള്ളതിന് കാരണം, അകത്ത് നമ്മുടെ മനസ്സില് അതിനോട് തോന്നുന്ന ഈശ്വരീയ ഭാവം, ആരാധനാഭാവം, ആത്മീയ ഭാവം. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോ പ്രവർത്തകർ എന്നോട് പറഞ്ഞത്, ഈ ഒരു അമ്പലത്തില് എല്ലാ വിഭാഗം ജനങ്ങളും വരുന്നുണ്ട് സാറേ, ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം. ഞാൻ പറഞ്ഞു, ഈ കേരളത്തില് 1990-ല് 18,000 ക്ഷേത്രങ്ങളിലാണ് വിളക്കെത്തിക്കലും പൂജയും ഉണ്ടായിരുന്നത്. 1990-ല് ശരിക്കും 18,000 ക്ഷേത്രത്തിൽ വിളക്കെത്തിക്കലും പൂജയും ഉണ്ടായിരുന്നു. ഇപ്പോ 2017-ല് 42,000 ക്ഷേത്രങ്ങളിൽ കേരളത്തില് വിളക്കെത്തിക്കലും പൂജയുണ്ട്. അതില് എല്ലാ അമ്പലങ്ങളിലും എല്ലാ മതസ്ഥരെയും സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. 2 കാരണത്തില്. ഒന്ന്, നമുക്ക് ക്രിസ്ത്യൻ പള്ളിയിലേക്കും മുസ്ലിം പള്ളിയിലേക്കും പോവാണെങ്കിൽ അവർ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അവര് നമ്മുടെ അമ്പലത്തിലേക്ക് വരുമ്പോ നമ്മൾ സ്വീകരിക്കണ്ടേ? അതൊന്ന്. 2, 33 കോടി ദേവന്മാരുള്ള നമുക്ക് ഒരു അല്ലാഹുവിനെയും ഒരു യഹോവയെയും സ്വീകരിക്കാൻ വിഷമം ഉണ്ടാവുമോ? 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരാളെ കൂടി സ്വീകരിക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭാരതീയ ഗ്രന്ഥങ്ങൾ എത്രയാണ്? ശരിക്കും ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ ബൈബിള്, മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ ഖുർആൻ, ബുദ്ധമതക്കാർക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ ധർമ്മപാത, സിഖുകാർക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ ഗുരു ഗ്രന്ഥ സാഹിബ്. നമുക്ക് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയത് 2000-ഓളം ഉണ്ട്. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളം. അതിന് സംസ്കൃതത്തിൽ എഴുതിയ വ്യാഖ്യാനങ്ങൾ 10,000-ഓളം. അതിന് 22 ഭാരതീയ ഭാഷകളിൽ എഴുതിയ ഉപാഖ്യാനങ്ങൾ. ഒന്നുകൂടി പറയാം, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളം, അത് സംസ്കൃതത്തിൽ എഴുതിയതാണ്. പിന്നെ കമന്ററികൾ, വ്യാഖ്യാനങ്ങള് സംസ്കൃതത്തിൽ എഴുതിയത് 10,000-ഓളം. അതിന് ഉപാഖ്യാനങ്ങൾ 22 ഭാരതീയ ഭാഷകള്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഒറിയ, മറാഠി, അങ്ങനെയുള്ള 22 ഭാരതീയ ഭാഷകളിൽ എഴുതിയത് 1,00,000-ഓളം ഗ്രന്ഥങ്ങൾ. ഇത്രയും ഗ്രന്ഥങ്ങളുള്ള നമുക്ക് ഒരു ബൈബിൾ ഇതിനകത്ത് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ഖുർആൻ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. ഇത് പറയാൻ കാരണം എന്താ? നമ്മൾ ഭാരതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ഗ്രന്ഥം മാത്രം ശരിയെന്ന്, എന്റെ ദൈവം മാത്രം ശരിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണൻ ഏകരക്ഷകൻ എന്ന്. നമ്മൾ പറഞ്ഞിട്ടില്ല കൃഷ്ണനെ അല്ലാതെ വേറെ ആരെങ്കിലും പൂജിച്ചാൽ നിങ്ങൾ കുംഭിപാത നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. വേറൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ
എൻ്റെ പുസ്തകം മാത്രം, എൻ്റെ ഈശ്വരൻ മാത്രം, എൻ്റെ വഴി മാത്രം, എൻ്റെ അമ്പലം മാത്രം, എൻ്റെ ചിന്ത മാത്രം, എൻ്റെ വീക്ഷണം മാത്രം ശരിയെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പകരം ശരി എവിടെയുണ്ടോ അതെന്റേതാണ്. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. ഇനി ഇടയ്ക്ക് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇതുവരെ ആരും കൂട്ടുവായ വിട്ടില്ല, ഇതുവരെ ആരും വാച്ച് നോക്കിയില്ല. എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ശരി, അപ്പോ തിരിച്ചു വിഷയത്തിലേക്ക് വരാം. അപ്പോ ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. Let noble thoughts come towards us from all over the world. ലോകത്തിലെ എല്ലായിടത്തു നിന്നും നന്മകള് നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പറഞ്ഞതാണ്. ശരിക്കും ഒരു ചെറിയ വരി നാം ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, ഭാരതം എന്ന രാഷ്ട്രം ഒരു വിദേശ രാജ്യത്തെയും സായുധ ശക്തി കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചിട്ടില്ല. മിലിറ്ററി ഫോഴ്സ് കൊണ്ട്, പട്ടാളക്കാരെ കൊണ്ട് ലോകത്തിലെ ഒരു രാജ്യവും കീഴടക്കാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, പട്ടാള ശക്തിയുമായിട്ട് ഭാരതത്തിലേക്ക് ആര് കയറി വന്നാലും അവരെ ഒട്ട് തിരിച്ചു പോകാൻ അനുവദിച്ചിട്ടും ഇല്ല. അർത്ഥം മനസ്സിലായോ? അങ്ങോട്ട് കയറി അടിച്ചിട്ടും ഇല്ല, ഇങ്ങോട്ട് കയറി അടിച്ചവരെ തിരിച്ചൊട്ട് വിട്ടിട്ടും ഇല്ല. അതെല്ലാം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ മുക്തകണ്ഠം പുകഴ്ത്തി. ഇങ്ങനെ നല്ലൊരു വരി എവിടെന്നാ കിട്ടിയത്? അപ്പൊ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു, ഇത് ഡോക്ടർ അബ്ദുൽ കലാമിന്റെ വരി അല്ല. ഇത് ആരുടെ വരി അറിയോ? അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. അക്ഷരം സ്പ്ലിറ്റ് ചെയ്ത് പറയല്ലേ, മഹാനായ അലക്സാണ്ടർ എന്ന് പറഞ്ഞേക്കല്ലേ, മഹാനായ അലക്സാണ്ടർ. അപ്പൊ ഞാൻ ആ വാക്ക് രണ്ടാമത്തേത് ഉപയോഗിച്ചത് അയാളോട് ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യക്കാരെ കൊന്നൊടുക്കി ഇവിടെ ഉള്ളതിനെ അയാൾ നശിപ്പിച്ചതിനൊരു കണക്കില്ല. ലോക ചരിത്രത്തിൽ ഇത്രയും ഹീനനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല.